ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻറ്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ഇട്ട വീഡിയോ നെയ്ച്ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയത് മട്ടൻ കറിയാണ്. അപ്പോൾ ഈ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മട്ടൻ കറി നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഇതൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പാനിൽ വയ്ക്കുന്നതിനാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മട്ടൻ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 1 കിലോ ടെൻഡർ മട്ടൺ, അതായത് വളരെ മുറ്റാത്ത ആട്ടിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ നന്നായി ഒരു 3-4 വെള്ളത്തിൽ കഴുകി അതിൻ്റെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കറി ഉണ്ടാക്കാനായിട്ടുള്ള പാൻ എടുത്തിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഈ ഉലുവ നമ്മൾ മട്ടൻ കറിയിൽ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കിട്ടും. എന്നിട്ട് ആ ഉലുവ എല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേർക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ഉരുള വെളുത്തുള്ളിയാണ് ഇത് ചേർത്ത് കൊടുത്തത്. അത് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അതിൻ്റെ ആ പച്ചപ്പ് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി, അതായത് സവാളയാണ് ചേർക്കുന്നത്. ഇതൊരു 2 മീഡിയം സൈസ് സവാള ഇതേപോലെ വലിയ പീസായിട്ട് ഡൈസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് മട്ടൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൺ വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഉള്ളിയും കറക്റ്റ് വെന്ത് നല്ല ഉടഞ്ഞ് കറിയായിട്ട് ചേർന്നിരിക്കും. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 8-10 ചെറിയുള്ളി ഇതേപോലെ പീസായിട്ട് അരിഞ്ഞതിനെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ നാടൻ സ്റ്റൈലിൽ മട്ടൺ വയ്ക്കുമ്പോൾ സവാളയും ചെറിയുള്ളിയും ചേർത്താണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഗ്രേവിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായി ഇളക്കി ആ ഉള്ളിയൊക്കെ ഒരു നല്ലൊരു ട്രാൻസ്ലൂസൻ അല്ലെങ്കിൽ നല്ല ഗ്ലോസി ആവുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 ചെറിയ തക്കാളിയാണ് ഇതിലോട്ട് ചേർത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി മതി. പിന്നെ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. എന്നിട്ട് ഇനി ഈ തക്കാളി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 3 to 5 മിനിറ്റ്സ് വേവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, തക്കാളി ഞാനൊന്ന് സ്പൂൺ വെച്ചൊന്ന് പിടിക്കുമ്പോൾ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു പാകം വരേക്കും നമുക്കതിനൊന്ന് വേവിക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ ഈ മസാല ഈ ഉള്ളിയുടെ കൂട്ടിലോട്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ 3 ടേബിൾ സ്പൂൺ കുമിച്ച് എടുത്തിരിക്കുകയാണ്. ഹീപ്ഡ് ടേബിൾ സ്പൂൺസ് ആയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെയും നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഈ മല്ലിപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് ചൂടും ആ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് കശ്മീരി മുളക് പൊടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കശ്മീരി മുളക് പൊടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് മാറ്റാവുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി മുളക് പൊടിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റു പൊടികൾ, അതായത് ഞാനിവിടെ ഒരു ടീസ്പൂൺ അതും കുമിച്ച് കുരുമുളക് പൊടിയാണ്. ഇത് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണിത്. ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതായത് ഇതിൽ കറുകപ്പട്ട, ഗ്രാമ്പു, താക്കോല് ഇവയെല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത പൗഡറാണ്. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല സ്പൈസസ് ആണ്, നല്ല മണം കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇതിലേക്ക് ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ
അപ്പോൾ കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമെല്ലാം ഡ്രെയിൻ ഔട്ട് ചെയ്ത മട്ടനാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മട്ടനെ മാരിനേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പൊടികളുടെ എല്ലാം പകുതി പൊടി ആദ്യമേ ഇറച്ചിയിൽ മിക്സ് ചെയ്ത് നമുക്ക് വെച്ചേക്കാം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാതെയാണ് ചേർക്കുന്നത്. എങ്കിൽ പോലും ഇറച്ചിയിലെല്ലാം നന്നായിട്ട് മസാല ചേർന്ന് കിട്ടും. കാരണം ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ മട്ടനെ കുക്ക് ചെയ്യുന്നത് മുഴുവനും. അപ്പോഴത്തേക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ആ ഉള്ളിയുടെ കൂട്ടുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന കണക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതായത് ഞാനിവിടെ മുഴുവൻ കുക്കിങ്ങിനായിട്ട് ഒരു 5 കമ്പ് കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 3 കമ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചു. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ആ പാനിൻ്റെ പകുതിയോളം വെള്ളം ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഒരു അര പാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും വേവിക്കുകയാണ്. അതും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട്. അപ്പോൾ ഒരു മൊത്തം 20 മിനിറ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം പാൻ്റെ ഫുള്ളായിട്ട് വെള്ളം അതിൽ നിന്നുള്ള വെള്ളം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ ഇത് സെമി ഗ്രേവിയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം ചേർത്തത്. എന്നിട്ട് ഉപ്പും മുളക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും മുളകും ചേർത്തു. എന്നിട്ട് ബാക്കി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. അപ്പം നമുക്കിവിടെ കാണാം ആ ഗ്രേവി നന്നായിട്ട് കുറുകി ആ ഇറച്ചിയിലൊക്കെ ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ നന്നായിട്ട് കുറുകി നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ മട്ടനെ ഒരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൊടികളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ മുഴുവൻ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 to 35 മിനിറ്റ്സ് ആണ് മട്ടൻ ഇട്ടതിന് ശേഷം. അപ്പോൾ ഈ മട്ടൻ കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.